തിരുവനന്തപുരത്ത് നല്ല പച്ചമീൻ വാങ്ങണമെങ്കിൽ വിഴിഞ്ഞം തീരത്ത് തന്നെ പോകണം. സീസൺ അല്ലാത്ത സമയത്ത് പോലും ഫ്രഷ് മീൻ മാത്രമേ ഇവിടെ ലഭിക്കൂ. പക്ഷേ ഇവിടെ നിന്ന് 2 കിലോമീറ്റർ മാറിയാൽ സ്ഥിതി അങ്ങനെയല്ല. വിഴിഞ്ഞം മുക്കോല പെട്രോൾ പമ്പിന് സമീപത്ത് നിന്ന് കഴിഞ്ഞ ദിവസം പിടിച്ചെടുത്തത് 10-ലേറെ ദിവസം പഴക്കമുള്ള അഴുകിയ മത്സ്യമാണ്. അഴുകിയ മീൻ നശിപ്പിച്ചെങ്കിലും ഇവ വിൽപ്പനയ്ക്കായി എത്തിച്ച സ്ത്രീയെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. എല്ലാ ദിവസവും രാവും പകലും ഈ കാണുന്ന സ്ഥലത്ത് 2 പെട്ടികൾ കാണാം. ഒരു നീല നിറത്തിലുള്ള പെട്ടിയും ഒരു പച്ച നിറത്തിലുള്ള പെട്ടിയും. വൈകുന്നേരത്തോടു കൂടി മീൻ വിൽപ്പന പൂർത്തിയാക്കി മടങ്ങുന്ന സ്ത്രീ രാത്രി 11 മണിക്കും 12 മണിക്കും ഇടയ്ക്ക് വീണ്ടും സ്കൂട്ടറിൽ ഇതേ സ്ഥലത്തെത്തുന്നു. കുപ്പിയിൽ കരുതി കൊണ്ടുവരുന്ന എന്തോ ഒരു വസ്തു ഈ മീനുകളിലേക്ക് ഒഴിക്കുന്നതും വ്യക്തമായി CCTV ക്യാമറയിൽ കൂടി നമുക്ക് കാണാം. രാത്രിയിൽ വരുന്നു, ഇതിനകത്ത് എന്തൊക്കെ നിറയ്ക്കുന്നതൊക്കെ തളിച്ച് ഇങ്ങനെ വെച്ചിട്ട് പോകുന്നു. അപ്പോൾ ഇതെന്താണ് തളിക്കുന്നത്, എന്താണ് ഇതിൽ കൊണ്ടുവയ്ക്കുന്നത്, എന്താണ് വിൽക്കുന്നതെന്ന് അറിയാൻ പറ്റാത്തൊരു സാഹചര്യം. കടലിൽ നിന്ന് പിടിച്ചെടുക്കുന്ന മത്സ്യം കേടാകും മുൻപ് വീടുകളിലേക്ക് എത്തിക്കുന്ന മത്സ്യ കച്ചവടക്കാർക്ക് കൂടി അപമാനമാണ് ഇത്തരം സംഭവങ്ങൾ. ഇത് പച്ച മീൻ തന്നെ ഇവിടെ വാങ്ങിച്ച് വിൽക്കേണ്ടത്, അല്ല വെളിയിലുള്ള മീനൊന്നും വിൽക്കാൻ ഒക്കില്ല. ഇവിടെ നമ്മളിവിടത്തെ വെറസ് മീൻ തന്നെ വാങ്ങിക്കണത്. അതൊക്കെ അവർ പുതിയ പള്ളത്തെ ഐസ് മീനൊക്കെ ഇറക്കണില്ല. ആ മീനാണ് അവരൊക്കെ വാങ്ങിച്ചിട്ട് വീടാന്തോറും രാവിലേക്ക് ചരുവത്തിൽ വെച്ച് കൊണ്ടുപോകും. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന മത്സ്യങ്ങളാണ് തെർമോകോൾ ബാഗുകളിൽ രാസവസ്തുക്കൾ ചേർത്ത് സൂക്ഷിക്കുന്നതെന്നാണ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. നെല്ലൈ മുരുകനൊപ്പം ജിവിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.